ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ ഭാഗം 2379. ഇന്ന് ജൂലൈ മാസം 6-ാം തീയതി 187-ാമത്തെ ദിവസത്തിലെത്തി. 12-ാം വയസ്സില് പെസഹ തിരുനാളിൽ ദേവാലയത്തിലേക്ക് വരികയും അവിടെ വെച്ച് യേശുവിനെ നഷ്ടപ്പെടുകയുമൊക്കെ ചെയ്യുന്നു ആ മാതാപിതാക്കൾക്ക്. കഴിഞ്ഞ പുലരിയിലെ വിചാരത്തിന്റെ തുടർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. യേശുവിനെ ഇങ്ങനെ നഷ്ടപ്പെടുകയും മൂന്നാം പക്കം കണ്ടെത്തുകയും ചെയ്തത് വരാനിരിക്കുന്ന യേശുവിന്റെ മരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പ്രതീകാത്മകമായ ഒരു മുൻ അവതരണമാണ്. യേശുവിന്റെ മരണം അമ്മയ്ക്കും ശിഷ്യഗണത്തിനും വലിയ ദുഃഖത്തിന് കാരണമാകും. ഇപ്പോൾ മറിയമും യൗസേപ്പും ചെയ്തതുപോലെ അന്ന് ശിഷ്യഗണം കണ്ണീരുമായി കഴിയും. ഖബറിടത്തിൽ അന്വേഷിക്കും. 3-ാം ദിവസം ഉദ്ധിതനെ അവർ കാണും. അപ്പോഴാണ് ദുഃഖം സന്തോഷമായി മാറുന്നത്. അതിന്റെ ഒരു മുന്നാസ്വാദനമാണ് സുവിശേഷകർ ഇവിടെ അവതരിപ്പിക്കുന്നത്. യേശുവിന്റെ ജനനവും ബാല്യകാലവും വിവരിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ അവസാന സംഭവം ഇതാണ്. പെസഹ തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നത്. 12 വയസ്സാകുന്നതോടെ ഒരു യഹൂദ ബാലൻ പൂർണ്ണ അവകാശമുള്ള പൗരനായി തീരുന്നുണ്ട് എന്നുകൂടി ഒന്നോർക്കാം. അങ്ങനെ പക്വതയിലെത്തിയ യേശുവിന്റെ ആദ്യത്തെ പ്രവൃത്തിയും അതിന്റെ വിശദീകരണവുമൊക്കെയാണ് ഇവിടെ. അപ്പനമ്മമാരുടെ അനുഭവവും യേശുവിന്റെ മറുചോദ്യവും വിലപ്പെട്ട ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. എന്റെ പൊന്നു കൊച്ചെ, നീ എന്ത് പണിയാ കാണിച്ചത്? ഞാനും അപ്പനും നിന്നെ എന്തുമാത്രം ഉത്കണ്ഠയോടുകൂടി എവിടെയെല്ലാം അന്വേഷിച്ചു. അതാണ് അമ്മയിൽ നിന്ന് വന്ന വിലാപം. യേശുവിന്റെ മറുപടി ആവട്ടെ, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? നിങ്ങൾ എവിടെയൊക്കെയാണ് എന്നെ അന്വേഷിച്ചതെന്നുകൂടി അതിനകത്തൊരർത്ഥം ഉണ്ടാവും. യേശു കൂടെയില്ല എന്ന് അറിയാതെയാണ് അവർ ഒരു ദിവസം ദൂരം യാത്ര ചെയ്തത്. കൂടെ ഉണ്ടായിരിക്കുമെന്ന് കരുതി, പക്ഷെ ഉണ്ടോ എന്ന് അന്വേഷിച്ചില്ല. എന്റെ ജീവിതത്തിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. പ്രാർത്ഥനയും ഭക്താനുഷ്ഠാനങ്ങളുമെല്ലാം ഒരു പതിവായി തീരുന്നു, വെറും ശീലമായി മാറുന്നു. ഇതിനിടയിൽ യേശുവിന്റെ സാന്നിധ്യം തന്നെ ഞാൻ മറന്നുപോകുന്നു. എല്ലാം അവന്റെ നാമത്തിലാണ്, എല്ലാം അവന്റെ മഹത്വത്തിനാണ്. അങ്ങനെയൊക്കെ ഉച്ചത്തിൽ പറയുമ്പോഴും ഹൃദയത്തിനകത്ത് തീരെ അവൻ ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ ഏതൊരാളുടെയും ആത്മീയ ജീവിതത്തിൽ സംഭവിക്കാം. കൂടെയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യത്തിന്റെ നേരം. അവിടെ നിന്ന്, ആ അറിവിൽ നിന്ന് നമ്മൾ വിവേകത്തോടെ എടുക്കുന്ന പുതിയൊരു തീരുമാനം, ഒരു മടക്കയാത്ര, അതിന് തയ്യാറാണെന്നുള്ളതാണ്. നഷ്ടപ്പെട്ടവനെ കണ്ടെത്തുന്നതുവരെ അവർക്ക് അപ്പനും അമ്മയ്ക്കും പിന്നെ വിശ്രമമില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു. ജീവിതയാത്രയിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ യേശുവിനെ വീണ്ടും തേടിപ്പോകണമെങ്കിൽ അവൻ ഇപ്പോൾ കൂടെയില്ല എന്ന തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അതിനു വേണ്ടിയിട്ടും കൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക്, അവിടെ നിന്ന് വിശ്രമമില്ലാത്ത അന്വേഷണത്തിലേക്കും ഏർപ്പെടാനായിട്ട് എന്നെ ഒരുക്കണമേ. ആമേൻ.